Hello students, and we are going to discuss about the part 4 of Unit 1 Nursing Management, that is Theories of Management. നമ്മളുടെ ഡിസ്കഷനിലെ അല്ലെങ്കിൽ യൂണിറ്റിലെ ലാസ്റ്റ് പാർട്ടാണ്. അപ്പോൾ നമ്മൾ പാർട്ട് 1, 2, 3 ഡിസ്കഷൻ കഴിഞ്ഞു. നമ്മൾ യൂണിറ്റിലെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എന്താണ് അഡ്മിനിസ്ട്രേഷൻ, എന്താണ് മാനേജ്മെന്റ്, അതിന്റെ കോൺസെപ്റ്റ്സും നേച്ചർ, ക്യാരക്ടറിസ്റ്റിക്സ്, അത്തരത്തിലുള്ള കാര്യങ്ങളും ഡിഫറൻസും എല്ലാം പഠിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ രണ്ടാമതിൽ പ്രിൻസിപ്പിൾസ്, ഹെൻറി ഫയറുടെ 14 പ്രിൻസിപ്പിൾസ് പഠിച്ചു. ദെൻ നമ്മൾ ഫങ്ഷൻസ് തേർഡ് പാർട്ടിൽ പഠിച്ചു. നമ്മുടെ പോസ്റ്റ് ഡി കോർബ് എന്ന രീതിയിൽ നമ്മൾ അതിന്റെ ഫങ്ഷൻസും പഠിച്ചു. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ലാസ്റ്റ് പാർട്ടാണ് തിയറീസ് ഓഫ് മാനേജ്മെന്റ്. പിന്നെ നമുക്ക് റോൾ ഓഫ് എ നേഴ്സ് മാനേജർ. ഈ റോൾ ഓഫ് എ നേഴ്സ് മാനേജർ ചോദിക്കുമ്പോൾ നമ്മളുടെ ആ പോസ്റ്റ് ഡി കോർബ് ഫങ്ഷൻസ് ലിങ്ക് ചെയ്ത് തന്നെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അത് വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്, റോൾ ഓഫ് എ നേഴ്സ് മാനേജർ എന്ന് ചോദിക്കുമ്പോൾ വരുന്നത്. അപ്പോൾ തിയറീസ് ഓഫ് മാനേജ്മെന്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ഷോർട്ട് നോട്ടാണ്. കുറച്ച് അധികം നമുക്ക് അതിൽ പഠിക്കാനുണ്ട്. ടേക്ക് എ വൈറ്റ് ബോർഡ്. ഓക്കെ, സോ തിയറീസ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പം ബേസിക്കലി എന്താണ് തിയറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് തിയറീസ് എന്നൊക്കെ ഉള്ളതെല്ലാം അല്ലേ. നമ്മൾ ഇന്റർ റിലേറ്റഡ് കോൺസെപ്റ്റ്സിനെയാണ് നമ്മൾ തിയറീസ് എന്ന് പറയുന്നത്. ക്ലിയർ? സ്റ്റേറ്റ്മെന്റ്സ് ഓർ കോൺസെപ്റ്റ്സ് ഓർ ഡെഫിനിഷൻസ് ഇതിനെല്ലാം കൂടെ നമ്മൾ ചേർത്ത് പറയുന്നതാണ് തിയറീസ് എന്ന് പറയുന്നത്. അത്തരത്തിൽ നമ്മൾ മാനേജ്മെന്റ് തിയറിയിലോട്ട് വരുമ്പോൾ, സോ ബേസിക്കലി നമ്മൾ തിയറീസിനെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. മെറ്റാ തിയറി, ഗ്രാൻഡ് തിയറി, മിഡിൽ റേഞ്ച് തിയറി, ആ രീതിയിലെല്ലാം നമ്മൾ തിയറീസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ മാനേജ്മെന്റിലോട്ട് വരുമ്പം നമ്മൾ തിയറീസിനെ മെയിൻലി 4 ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഈസ് ക്ലാസിക്കൽ തിയറി, സെക്കൻഡ് വൺ ഈസ് നിയോ ക്ലാസിക്കൽ തിയറി, തേർഡ് വൺ ഈസ് ബിഹേവിയറൽ സയൻസ് തിയറി, ആൻഡ് ഫോർത്ത് വൺ ഈസ് മോഡേൺ തിയറി. ഇത്തരത്തിലുള്ള 4 ഹെഡിങ് ആദ്യം ഓർമ്മിക്കുക. ക്ലാസിക്കൽ, നിയോ ക്ലാസിക്കൽ, ബിഹേവിയറൽ സയൻസ് ആൻഡ് മോഡേൺ തിയറി. ഇങ്ങനെ 4 മെയിൻ ഹെഡിങ്ങിലാണ് നമ്മൾ തിയറീസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. വൺ ബൈ വൺ നമുക്ക് ഡിസ്കസ് ചെയ്യണം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് ക്ലാസിക്കൽ തിയറി എന്ന് പറയുന്നത്. എന്താണ് ക്ലാസിക്കൽ തിയറി? ക്ലാസിക്കൽ തിയറി മീൻസ് സംതിങ് ട്രഡീഷണലി അക്സെപ്റ്റഡ്. നമ്മൾ ട്രഡീഷണലി ആയിട്ട് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന സാധനത്തെ നമ്മൾ ക്ലാസിക്കൽ തിയറി നമുക്ക് പറയാൻ പറ്റും. ഈ ക്ലാസിക്കൽ തിയറിനെ നമ്മൾ വീണ്ടും 3 ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്പർ 1, സയന്റിഫിക് മാനേജ്മെന്റ് തിയറി. സയന്റിഫിക് മാനേജ്മെന്റ് തിയറി ബൈ ഫ്രെഡറിക് വിൻസ്ലോ ടൈലർ. ഓക്കെ, സയന്റിഫിക് മാനേജ്മെന്റ് തിയറി ബൈ ഫ്രെഡറിക് വിൻസ്ലോ ടൈലർ ഒരു അപ്രോച്ചാണ്. രണ്ടാമത്തെ കാര്യമാണ് ബ്യൂറോക്രാറ്റിക് അപ്രോച്ച് ബൈ മാക്സ് വെബറിന്റെ ബ്യൂറോക്രാറ്റിക് അപ്രോച്ച്. ആൻഡ് മൂന്നാമത്തെ പോയിന്റ് ആണ് അഡ്മിനിസ്ട്രേറ്റീവ് പ്രിൻസിപ്പിൾസ് ബൈ ഹെൻറി ഫയോൾ. ഇത്തരത്തിൽ നമുക്ക് ക്ലാസിക്കൽ തിയറിയിൽ 3 പാർട്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത് പഠിക്കാൻ പറ്റും. ഓക്കെ, ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ റെക്കോർഡ് ക്ലാസ് കേട്ട് നോട്ട് ഡൗൺ ചെയ്തെടുത്താൽ മതി. അപ്പം സയന്റിഫിക് മാനേജ്മെന്റ് തിയറി എന്ന് പറയുന്നത് പുട്ട് ഫോർത്ത് ചെയ്ത ഫ്രെഡറിക് വിൻസ്ലോ ടൈലർ ആണ്. പുള്ളിക്കാരനെയാണ് നമ്മൾ ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഹീസ് നോൺ ആസ് ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്. So, what are the basics of scientific management? The scientific management basically works on 4 basic principles. Number 1, each task must be scientifically designed so that it can replace the old. നമ്മൾ സയന്റിഫിക്കലി ഡിസൈൻഡ് ആയിരിക്കണം നമ്മുടെ ടാസ്കുകൾ, സോ ദാറ്റ് ഇറ്റ് ക്യാൻ ബി റീപ്ലേസ്ഡ് ആൻഡ് ഇറ്റ് ക്യാൻ ബി ലൈക്ക് നമുക്ക് ഓൾഡ് കോൺസെപ്റ്റുകളെ റീപ്ലേസ് ചെയ്യാൻ പറ്റും. നമ്മൾ എപ്പോഴും പറയും റൂൾ ഓഫ് തംബ് ഈസ് റീപ്ലേസ്ഡ് ബൈ സയൻസ്. Attained by harmony and not discard, can yield maximum output in place of restricted output. നമുക്ക് മാക്സിമം ഔട്ട്പുട്ട്, പ്രൊഡക്ടിവിറ്റി മാക്സിമം ആക്കുക എന്നുള്ളതാണ് ഫ്രെഡറിക് വിൻസ്ലോന്റെ സയന്റിഫിക് മാനേജ്മെന്റ് തിയറി പറയുന്നത്. ഓൾസോ മാക്സിമം പ്രോസ്പെരിറ്റി ഓഫ് എംപ്ലോയർ കപ്പിൾഡ് വിത്ത് മാക്സിമം പ്രോസ്പെരിറ്റി ഓഫ് ഈച്ച് എംപ്ലോയി. അതായത് എംപ്ലോയി റിലേഷനിൽ ഒരു സ്ഥാപനം വളരുകയും വേണം, നിങ്ങളുടെ എംപ്ലോയിയും വളരുകയും വേണം. അത്തരത്തിൽ മാക്സിമം പ്രോസ്പെരിറ്റി ഓഫ് എംപ്ലോയർ ആസ് വെൽ ആസ് എംപ്ലോയി എന്ന കോൺസെപ്റ്റ് ആണ് നമ്മുടെ ഫ്രെഡറിക് വിൻസ്ലോ ടൈലർ മുന്നോട്ട് വെച്ച സയന്റിഫിക് മാനേജ്മെന്റ് തിയറി എന്ന് പറയുന്നത്. എന്നാൽ അതിൽ വിമർശനങ്ങളും ലിമിറ്റേഷൻസും ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു അൺഡെമോക്രാറ്റിക് അല്ലെങ്കിൽ അൺസൈക്കോളജിക്കൽ, അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരുപാട് പ്ലാനുകൾ ലിമിറ്റേഷൻ ആയിട്ട് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഫ്രെഡറിക് വിൻസ്ലോന്റെ സയന്റിഫിക് മാനേജ്മെന്റ് തിയറി, അദ്ദേഹമാണ് ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് അറിയപ്പെടുന്നത്. ഇനി രണ്ടാമത്തെ തിയറിയാണ് ബ്യൂറോക്രാറ്റിക് അപ്രോച്ച്. ഈ ബ്യൂറോക്രാറ്റിക് തിയറി പുട്ട് ഫോർത്ത് ചെയ്ത ആളാണ് മാക്സ് വെബർ എന്ന് നമ്മൾ പറയും.
മാക്സ് വെബർ ആണ് നമ്മൾ ഫാദർ ഓഫ് മോഡേൺ സോഷ്യോളജി എന്നും അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ഈ ബ്യൂറോക്രാറ്റിക് തിയറിയുടെ മെയിൻ ബ്യൂറോക്രസി എന്ന് പറഞ്ഞാൽ ഡിസീസ്ഡ് അഡ്മിനിസ്ട്രേഷൻ എന്നൊക്കെ നമ്മൾ പറയും. അതിന്റെ മെയിൻ എലമെന്റ്സ് എന്ന് പറയുന്നത് 1 ഹൈറാർക്കി, 2 ഡിവിഷൻ ഓഫ് വർക്ക്, 3 റൂൾസ് റെഗുലേഷൻസ് ആൻഡ് പ്രൊസീജിയേഴ്സ്, 4 റെക്കോർഡ്സ്, 5 ഇംപേഴ്സണൽ റിലേഷൻസ്, 6 അഡ്മിനിസ്ട്രേറ്റീവ് ക്ലാസ്. അപ്പൊ എന്താണ് ഈ ബ്യൂറോക്രാറ്റിക് തിയറി പറയുന്നത്? 1 ഹൈറാർക്കി, നമ്മൾ റാങ്കിങ് ഓഫ് പൊസിഷൻസ് അല്ലെ, ഒരു ബോസ് ഏറ്റവും അല്ലെങ്കിൽ ഡയറക്ടർ ഏറ്റവും മുകളിൽ വരും, അങ്ങനെ ഒരു ഹൈറാർക്കിയൽ പൊസിഷൻസ് ഇതിനകത്ത് ഉണ്ടായിരിക്കും. ഡിവിഷൻ ഓഫ് വർക്ക്, നമ്മൾ ടോട്ടൽ വർക്കിനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക, ഓരോരുത്തർക്കും അവനേതായ റെസ്പോൺസിബിലിറ്റീസ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. റൂൾസും റെഗുലേഷൻസും അതിനകത്ത് പ്രൊസീജിയേഴ്സും എല്ലാം ഉണ്ടായിരിക്കണം, റൂൾ ഓഫ് കണ്ടക്ട് എല്ലാം ഉണ്ടായിരിക്കണം. റെക്കോർഡ്സ്, പ്രോപ്പർ റെക്കോർഡ് മെയിൻ്റനൻസ് കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം. എവറിത്തിങ് ഷുഡ് പ്രൊസീഡ് അക്കോർഡിംഗ് ടു റൂൾസ്. അവിടെ പേഴ്സണൽ റിലേഷൻഷിപ്പ് ഇല്ല, ഇംപേഴ്സണൽ റിലേഷൻഷിപ്സ്, പേഴ്സണൽ ബന്ധങ്ങളല്ല, ഒഫീഷ്യൽ ബന്ധങ്ങളും അതുവഴിയുള്ള വർക്കൗട്ടുകളാണ് നമുക്ക് നടത്തേണ്ടതെന്നുള്ളത്. ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ക്ലാസ് എന്ന് പറയുമ്പോൾ അവർക്ക് അവിടെ നമ്മൾ ബ്യൂറോക്രസീസ് ജനറലി ഹാവ് അഡ്മിനിസ്ട്രേറ്റീവ് ക്ലാസ് റെസ്പോൺസിബിൾ ഫോർ കോർഡിനേറ്റിംഗ് ദ വർക്ക്. അവിടെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് വർക്കൗട്ട് ഉണ്ടാവും. അത്തരത്തിലുള്ള ഒരു ഫെയിലിയർ വരുമ്പോഴാണ് ഡിസീസ്ഡ് അഡ്മിനിസ്ട്രേഷൻ എന്ന് നമ്മൾ പറയപ്പെടുന്നത്. ഇതാണ് നമ്മുടെ രണ്ടാമത്തേതിൽ ബ്യൂറോക്രാറ്റിക് അപ്രോച്ചിൽ പറയുന്നത്. ഇപ്പൊ ക്ലാസിക്കൽ തിയറിയിൽ ആദ്യം ഫ്രെഡറിക് വിൻസ്ലോ ടൈലറുടെ സയന്റിഫിക് മാനേജ്മെന്റ്, നമ്പർ 2 ബ്യൂറോക്രാറ്റിക് തിയറി ഓർ ബ്യൂറോക്രസി ബൈ മാക്സ് വെബർ, ആൻഡ് തേർഡ് വൺ ഈസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത 14 പ്രിൻസിപ്പിൾസ് ഓഫ് ഹെൻറി ഫയോൾ. ഇതാണ് നമ്മൾ ഫസ്റ്റ് പാർട്ടായിട്ടുള്ള നമ്മൾ എന്തിൽ പറയുന്നത്, ക്ലാസിക്കൽ തിയറിയിൽ നമ്മൾ പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി രണ്ടാമത്തെ കമ്പോണന്റ്, രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് നിയോ ക്ലാസിക്കൽ തിയറിയാണ്. ഈ നിയോ ക്ലാസിക്കൽ തിയറി നമ്മൾ പറയുന്ന വേറൊരു പേരാണ് ഹ്യൂമൻ റിലേഷൻസ് തിയറി എന്നും പറയും. അത് നോട്ട് ചെയ്ത് വെക്കുക, ഹ്യൂമൻ റിലേഷൻസ് തിയറി. അപ്പം നിയോ ക്ലാസിക്കൽ അല്ലെങ്കിൽ ഹ്യൂമൻ റിലേഷൻസ് തിയറി എന്ന് പറയുന്നതും നമ്മൾ ഇത്തരത്തിലുള്ള രണ്ടാമത്തെ പാർട്ട് തിയറിയാണ്. നമ്മൾ മോഡേൺ കോൺസെപ്റ്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് OB, ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് നമ്മൾ പറയാറുണ്ട്. ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറയുമ്പോൾ ഒരു സ്ഥാപനത്തിനകത്ത് വർക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ ഒരു കോമൺ ബിഹേവിയറൽ പാറ്റേൺ വിച്ച് ഈസ് ഹെൽപ്പിംഗ് ടു അച്ചീവ് ദ കോമൺ ഗോൾസ്. ആ ഗോൾസിലൂടെ എത്തിപ്പെടാൻ വേണ്ടി സഹായിക്കാൻ അത്തരത്തിലുള്ളതാണ് നമ്മൾ ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറയുന്നത്. ഇവിടെ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹ്യൂമൻ റിലേഷൻസ് തിയറി എന്നൊക്കെ പറയുന്നത് ഹ്യൂമൻ റിലേഷൻസ് ഡെമോക്രാറ്റിക് പ്രാക്ടീസസിനെ കുറിച്ച് പറയുന്നുണ്ട്. എംഫസൈസ് പേഴ്സണൽ സെക്യൂരിറ്റി ആൻഡ് സോഷ്യൽ നീഡ് ഓഫ് വർക്കേഴ്സ് അതിനെ കുറിച്ച് പറയുന്നുണ്ട്. ദെൻ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ആസ് എ സോഷ്യൽ സിസ്റ്റം എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ പറയുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഹോത്തോൺ എക്സ്പെരിമെന്റ്സ് ഒക്കെ പറയുന്നുണ്ട്. ഹോത്തോൺ എക്സ്പെരിമെന്റ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഹോത്തോൺ സ്റ്റഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വാച്ച് ചെയ്യുന്നു എന്ന് കാണുമ്പോൾ നിങ്ങളുടെ ബിഹേവിയറിൽ ഉണ്ടാവുന്ന ചേഞ്ചസ്, അതിനാണ് നമ്മൾ ഹോത്തോൺ സ്റ്റഡീസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ വാർഡിൽ നിങ്ങൾ ഇഞ്ചക്ഷൻ എടുക്കാൻ പോകുന്നത് പോക്കറ്റിൽ സിറിഞ്ച് ഇട്ടുകൊണ്ടായിരിക്കും പോകുന്നത്. ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ്, ചില സ്ഥലങ്ങളിൽ സംഭവിക്കാം. പക്ഷെ നിങ്ങളെ വാർഡിൽ ഒരു നഴ്സിംഗ് സൂപ്രണ്ടോ അല്ലെങ്കിൽ ഒരു ഇൻചാർജോ നിൽക്കുമ്പോൾ നിങ്ങൾ ട്രേ എല്ലാം സെറ്റ് ചെയ്ത് പോകും. സോ സംബഡി ബീങ് വാച്ച്, നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ബിഹേവിയറിൽ ഉണ്ടാകുന്ന മാറ്റം, അതിനാണ് ഹോത്തോൺ സ്റ്റഡീസ് എന്നൊക്കെ പറയുന്നത്. ഇതെല്ലാം തന്നെ നിയോ ക്ലാസിക്കലിനകത്ത് ഡിസ്കസ് ചെയ്യപ്പെടുന്ന കാര്യങ്ങളാണ്. ഇനി നമ്മളുടെ മൂന്നാമത്തെ തിയറിയാണ് ബിഹേവിയറൽ സയൻസ് തിയറി. ബിഹേവിയറൽ സയൻസ് തിയറി ഞാൻ ഇപ്പോൾ ഒന്ന് ബ്രീഫ്ലി പറഞ്ഞു പോകാം. ബിഹേവിയറൽ സയൻസ് തിയറിക്ക് നമ്മൾ 2 ടൈപ്പ് ഓഫ് തിയറീസ് നമ്മൾ പറയാറുണ്ട്. ലീഡർഷിപ്പ് തിയറിയും പറയും, മോട്ടിവേഷണൽ തിയറീസും പറയും. മനസ്സിലായല്ലോ? ബിഹേവിയറൽ സയൻസ് തിയറിക്കകത്ത് 2 കാര്യങ്ങൾ പറയും, ലീഡർഷിപ്പ് തിയറിയും പറയും, മോട്ടിവേഷണൽ തിയറീസും പറയും. ഇത് രണ്ടും തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ലേറ്റർ ഓൺ ക്ലാസ്സുകളിൽ പഠിക്കേണ്ടതാണ്. തിയറീസ് ഓഫ് ലീഡർഷിപ്പ്, തിയറീസ് ഓഫ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഞാനൊന്ന് ബ്രീഫ് ചെയ്ത് പറയാം. ഒന്ന് തിയറീസ് ഓഫ് ലീഡർഷിപ്പ് ആണ്. ട്രൈറ്റ് തിയറി. തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഡേഴ്സ് ആർ ബോൺ ആൻഡ് നോട്ട് മെയ്ഡ്. ജനിക്കുമ്പോഴേ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഉള്ളവർ. ഈ ട്രൈറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മളുടെ ആ ഒരു ജനറ്റിക് മേക്കപ്പ് ആണ്. പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് യുണീക്ക് പാറ്റേൺ ഓഫ് ട്രൈറ്റ് എന്നാണ് പറയുന്നത്, അല്ലെ? അപ്പൊ അത്തരത്തിൽ നമ്മളുടെ ആ യുണീക്ക് പാറ്റേൺ പറയുന്ന ആ ജനിക്കുമ്പം ലീഡേഴ്സ് ആർ ബോൺ ആൻഡ് നോട്ട് മെയ്ഡ് എന്ന് പറയുന്നതാണ് ട്രൈറ്റ് തിയറി. 2 ബിഹേവിയർ തിയറി എന്ന് പറയുന്നത്, ബിഹേവിയറൽ തിയറി എന്ന് പറയുന്നത് ലീഡേഴ്സ് ആർ നോട്ട് ബോൺ ബട്ട് മെയ്ഡ്. സാഹചര്യങ്ങൾ അവരെ ലീഡേഴ്സ് ആക്കി മാറ്റി, അത്തരത്തിലുള്ളതാണ് ബിഹേവിയറൽ തിയറി പറയുന്നത്. മൂന്നാമതൊരു തിയറി പറയുന്നുണ്ട് ഡഗ്ലസ് മഗ്രിഗാർ എക്സ് ആൻഡ് വൈ തിയറി. ഡഗ്ലസ് മഗ്രിഗാർ എക്സ് ആൻഡ് വൈ തിയറി എന്ന് പറയുന്നത് ഒന്ന് കേട്ടിരിക്കുക. അത് ലീഡർഷിപ്പിലും പഠിക്കാനുണ്ട്, മോട്ടിവേഷനിലുള്ള തിയറിയാണ്. ഈ ഡഗ്ലസ് മഗ്രിഗാർ പറഞ്ഞത് 2 ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട്. തിയറി എക്സും ഉണ്ട്, തിയറി വൈയും ഉണ്ട്. തിയറി എക്സ് ആൾക്കാരെന്ന് പറയുന്നത്
ദോസ് ഹു നീഡ് സം കൊയർഷൻ ഓർ സം ലൈക്ക് എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് ഉണ്ടാവണം. ഈ ജോലി ഇന്ന് സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ജോലി തെറിക്കും, അല്ലെങ്കിൽ ഈ വർക്ക് ഇന്ന് കംപ്ലീറ്റ് ചെയ്യണം, ഇത് വർക്ക് കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടും. അത്തരത്തിൽ നമുക്കൊരു എക്സ്റ്റേണൽ മോട്ടിവേഷൻ ഒക്കെ കിട്ടി അങ്ങനെയുള്ളവരാണ് തിയറി എക്സ് എന്ന് പറയുന്നത്. എന്നാൽ തിയറി വൈ എന്ന് പറയുന്നതോ സെൽഫ് മോട്ടിവേറ്റഡ് ആണ്. എനിക്കറിയാം ഇത്രയും ജോലി എനിക്ക് കംപ്ലീറ്റ് ചെയ്ത് തീർക്കാനുണ്ട് ഈ വീക്കോട് കൂടി. അങ്ങനെ സെൽഫ് മോട്ടിവേറ്റഡ് ആൾക്കാരെ നമ്മൾ തിയറി വൈ എന്ന് പറയും. അതാണ് നമ്മൾ ഡഗ്ലസ് മഗ്രിഗാർ പറഞ്ഞിട്ടുള്ള തിയറി എക്സ് ആൻഡ് വൈ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് 3 തിയറിയുടെ പേരെ പറയുന്നുള്ളൂ. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു 5-6 തിയറിയുടെ പേര് ഇനിയും ഉണ്ട്. ഗ്രേറ്റ് മാൻ തിയറി, നമ്മുടെ ലീഡർഷിപ്പ് സ്റ്റൈൽസ് ആൻഡ് തിയറീസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. ഓക്കെ, ഇപ്പൊ തൽക്കാലം ഓർമ്മിക്കുക ട്രേഡ് തിയറി, ബിഹേവിയറൽ സയൻസ് തിയറി, ഡഗ്ലസ് മഗ്രിഗാർ എക്സ് ആൻഡ് വൈ തിയറി, അതൊന്ന് ഓർമ്മിച്ചിരിക്കുക. രണ്ടാമത് നമ്മൾ മോട്ടിവേഷണൽ തിയറീസ് എന്ന് പറഞ്ഞു. അവിടെ നമ്മൾ കണ്ടന്റ് ആൻഡ് നീഡ് തിയറി എന്ന് പറഞ്ഞ ഡീറ്റെയിൽ നമ്മൾ പഠിക്കും. കണ്ടന്റ് തിയറീസും നീഡ് തിയറീസും. കണ്ടന്റ് അല്ലെങ്കിൽ പ്രോസസ്, നീഡ് തിയറീസ്. ഇവിടെ നമ്മൾ പറയുന്ന ഒന്നാണ് എബ്രഹാം മാസ്ലോ. നിങ്ങൾ മാസ്ലോസ് നീഡ് പഠിച്ചിട്ടുണ്ട് അല്ലെ? സോ മോട്ടിവേഷണൽ തിയറിയിലെ ഒന്നാമത്തെ തിയറിയാണ് മാസ്ലോസ് ഹൈറാർക്കി ഓഫ് നീഡ്സ്. പണ്ട് പഠിച്ചത് ഓർമ്മയുണ്ട് ആ ഫൗണ്ടേഷനിൽ. ഫിസിയോളജിക്കൽ നീഡ്സ്, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി, ലവ് ആൻഡ് ബിലോങ്ങിങ്, സെൽഫ് എസ്റ്റീം, സെൽഫ് ആക്ച്വലൈസേഷൻ. അങ്ങനെ 5 ഫേസ് ആണ് നമ്മൾ പറയാറുള്ളത് അല്ലെ? ഫിസിയോളജിക്കൽ നീഡ്സ്, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി, ലവ് ആൻഡ് ബിലോങ്ങിങ്, സെൽഫ് എസ്റ്റീം, സെൽഫ് ആക്ച്വലൈസേഷൻ. ഓരോ ഫേസും നമ്മൾ കഴിഞ്ഞാലേ അടുത്തതിലോട്ട് പോകാനുള്ള മോട്ടിവേഷൻ ഉണ്ടാകത്തുള്ളൂ. നമുക്ക് ഏറ്റവും ബേസിക് നീഡാണ് നമ്മുടെ എയർ, വാട്ടർ, ഫുഡ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. അത് മീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായി? അടുത്ത് സെക്യൂരിറ്റി, കയറി കിടക്കാൻ ഒരു സ്ഥലം വേണം, അതെല്ലാം. പിന്നെ ലവ് ആൻഡ് ബിലോങ്ങിങ്നെസ്, സെൽഫ് എസ്റ്റീം ആൻഡ് ഫൈനലി ടു സെൽഫ് ആക്ച്വലൈസേഷൻ. അത്തരത്തിൽ പറയുന്നതാണ് എബ്രഹാം മാസ്ലോസ് തിയറി നമ്മൾ പറയുന്നത്. രണ്ടാമത് നമ്മൾ പറഞ്ഞൊരു തിയറി ഉണ്ട്. ഏതാണ്? ആൽഡർഫർ ERG തിയറി എന്ന് പറയും. ഈ ERG തിയറി പുട്ട് ഫോർത്ത് ചെയ്ത ആള് ആൽഡർഫർ ആണ്. ആൽഡർഫർ ERG തിയറി എന്ന് പറയുന്നത് ബേസിക്കലി നമ്മളുടെ ഈ മാസ്ലോസ് തിയറി പോലെ തന്നെ അതിലെ കമ്പോണൻസിനെ മീറ്റ് ചെയ്ത് പോകുന്നതാണ്. E എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റൻസ്, R എന്ന് പറഞ്ഞാൽ റിലേറ്റഡ്നെസ്, G എന്ന് പറഞ്ഞാൽ ഗ്രോത്ത്. അതാണ് ERG എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ E എന്ന് പറയും, ഇത് നമ്മൾ എന്ത് പറയും? R ആൻഡ് ഫൈനലി ഗ്രോത്ത്. സോ മാസ്ലോസിന്റെ തിയറി പോലെ അതിലെ ഫിസിയോളജിക്കൽ ആൻഡ് സേഫ്റ്റി നീഡ്സിനെ നമ്മൾ എക്സിസ്റ്റൻസ് എന്ന് പറയും, റിലേറ്റഡ്നെസ് എന്ന് പറയും, അടുത്ത് ഗ്രോത്ത് എന്ന് പറയും. ഇതാണ് ERG തിയറി എന്ന് പറയുന്നത്. മൂന്നാമത് നമ്മൾ പറയുന്നതാണ് ഡഗ്ലസ് മഗ്രിഗാറിന്റെ എക്സ് ആൻഡ് വൈ. ഓൾറെഡി ഞാൻ പറഞ്ഞു എക്സ് ആൻഡ് വൈ തിയറി എന്താണെന്നും എക്സ് എന്ന് പറഞ്ഞ ആൾക്കാർ ആരാണെന്നും വൈ എന്ന് പറയുന്ന ആൾക്കാർ ആരാണെന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. സോ അതാണ് അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ തിയറി, എക്സ് ആൻഡ് വൈ തിയറി. നാലാമതൊരു തിയറി ഉണ്ട്, കേട്ടിരിക്കേണ്ടതാണ്, ഹെഴ്സ്ബർഗ് 2 ഫാക്ടർ തിയറി. നമ്മളത് മോട്ടിവേഷൻ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചു തരും കേട്ടോ. ഹെഴ്സ്ബർഗ് 2 ഫാക്ടർ തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞതനുസരിച്ച് 2 ഫാക്ടേഴ്സ് ഉണ്ട് ഒരു എംപ്ലോയിയെ സംബന്ധിച്ച്. ഹൈജീനിക് ഫാക്ടേഴ്സും ഉണ്ട്, മോട്ടിവേഷണൽ ഫാക്ടേഴ്സും ഉണ്ട്. ഹൈജീനിക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ക്യാൻ ഡീമോട്ടിവേറ്റ് വെൻ ഇറ്റ് ഈസ് നോട്ട് പ്രസന്റ്. ഹൈജീനിക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ക്യാൻ ഡീമോട്ടിവേറ്റ് എൻ എംപ്ലോയി വെൻ ഇറ്റ് ഈസ് നോട്ട് പ്രസന്റ്. ഫോർ എക്സാമ്പിൾ പേഴ്സണൽ ലൈഫ്, സാലറി, വർക്ക് കണ്ടീഷൻസ്, അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇല്ലെങ്കിൽ നമ്മൾക്ക് നമ്മൾ ഡീമോട്ടിവേറ്റ് ചെയ്യപ്പെടാം. അത്തരത്തിലുള്ളത് നമ്മൾ ഹൈജീനിക് ഫാക്ടേഴ്സ് എന്ന് പറയും. വേറാസ് മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് വിൽ മോട്ടിവേറ്റ് വെൻ പ്രസന്റ്. നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഗ്രോത്ത് പ്രോസ്പെക്ട്, ഗ്രോത്ത് അഡ്വാൻസ്മെന്റ്സ്, ചലഞ്ചിങ് ജോബ്സ്, റെക്കഗ്നീഷൻ, അച്ചീവ്മെന്റ്സ്, അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ ഹെഴ്സ്ബർഗ് 2 ഫാക്ടറിൽ ഹൈജീനിക്കും മോട്ടിവേഷണലും പറഞ്ഞു. എന്താണ് ഹൈജീനിക് എന്നും എന്താണ് മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് എന്നും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇതാണ് നമ്മളുടെ മൂന്നാമത്തെ കമ്പോണന്റ് ആയിട്ടുള്ള ബിഹേവിയറൽ സയൻസ് തിയറിയിൽ ഓർമ്മിക്കേണ്ടത്. ആൻഡ് നാലാമത്തെ മെയിൻ കമ്പോണന്റ് ആണ് മോഡേൺ തിയറി. നമ്മൾ മോഡേൺ തിയറി എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ മോഡേൺ മാനേജ്മെന്റ് തിയറി നിങ്ങൾ ബുക്കിൽ കാണും, MMT. മോഡേൺ മാനേജ്മെന്റ് തിയറി കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു സിസ്റ്റം മോഡലാണ് അല്ലെ? മോഡേൺ തിയറി മെയിൻലി ഫോക്കസ് ചെയ്യുന്ന ഒരു സിസ്റ്റം മോഡൽ അല്ലെങ്കിൽ കണ്ടിൻജൻസി മോഡൽ. കണ്ടിൻജൻസി എന്ന് പറഞ്ഞാൽ സാഹചര്യം, സിറ്റുവേഷണൽ അപ്രോച്ച് ആണ് പറയുന്നത്. സോ സിസ്റ്റം മോഡൽ എന്ന് പറഞ്ഞാൽ എന്താണ്? It is a system, input, process, output. So what are the inputs? You have man, money, material and time. അത്തരത്തിലുള്ള റിസോഴ്സസ് നിങ്ങൾക്കുണ്ട്, മാൻ, മണി, മെറ്റീരിയൽ ആൻഡ് ടൈം. ദ പ്രോസസ് മീൻസ് ദ ആക്ടിവിറ്റി വിച്ച് ഇസ് ഹാപ്പനിങ് ഇൻ ദ ഓർഗനൈസേഷൻ. സോ വിച്ച് യു ഹാവ് ആൻ എക്സ്റ്റേണൽ എൻവയോൺമെന്റ് ആൻഡ് ഫൈനലി ദ ഔട്ട്കം വിൽ ബി ദ ഗോൾസ് ഓർ ദ പ്രോഫിറ്റ്സ്. ഇതാണ് ഒരു മോഡേൺ മാനേജ്മെന്റ് കോൺസെപ്റ്റ് പറയുന്നത്. നിങ്ങൾക്ക് മാൻ ഉണ്ട്, മണി ഉണ്ട്, മെറ്റീരിയൽ ഉണ്ട്, ടൈം ഉണ്ട്, എല്ലാ റിസോഴ്സും തരുന്നുണ്ട്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ആ പ്രോസസ് ആക്ടിവിറ്റി നടക്കുന്നു ആൻഡ് ഫൈനലി ദ പ്രോഫിറ്റ്സ് ഓർ ദ ഗോൾസ്. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? This is the environment which is happening. This is the environment. Okay. ഈ എൻവയോൺമെന്റൽ ഫാക്ടറിനകത്ത് നിന്നുകൊണ്ട് നമ്മുടെ ഇൻപുട്ട് പ്രോസസ് ഔട്ട്പുട്ട് നടക്കുന്നു. അതിനാണ് നമ്മൾ മോഡേൺ തിയറി എന്ന് പറയുന്നത്, MMT. സോ ഇറ്റ് ക്യാൻ ബി എ കണ്ടിജൻസി മോഡൽ, ദാറ്റ് ഇസ് എ സിറ്റുവേഷണൽ അപ്രോച്ച്. സാഹചര്യത്തിനനുസരിച്ചുള്ള അപ്രോച്ചുകൾ ചെയ്യാം. ഇത്തരത്തിലാണ് നമ്മൾ തിയറീസ് ഓഫ് മാനേജ്മെന്റിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഈ വീഡിയോ കേട്ടിട്ട് ഇതിന്റെ നോട്ട്സ് എഴുതിയെടുക്കുക. അതിന്റെ ഒരു സോഫ്റ്റ് കോപ്പി ഞാൻ നിങ്ങൾക്ക് ഒരു വേർഡ് ഫയൽ ഞാൻ അയച്ചു തരാം.
സോ ദാറ്റ് നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റിയോട് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാനും പറ്റും. ഓക്കെ, സോ ഇൻ എ നട്ട്ഷെൽ ഐ ജസ്റ്റ് ബ്രീഫ്. നമ്മൾ തിയറീസ് എന്ന് ചോദിക്കുമ്പം എന്താണ് ഡെഫിനേഷൻ ഓഫ് തിയറീസ് എഴുതുക. നമ്മൾ തിയറീസിനെ നമ്മൾ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? ക്ലാസിക്കൽ, നിയോ ക്ലാസിക്കൽ, ബിഹേവിയറൽ സയൻസ് ആൻഡ് മോഡേൺ തിയറി. വീണ്ടും നമ്മൾ ക്ലാസിക്കൽ എടുക്കുമ്പോൾ അവിടെ നമ്മൾ ഫ്രെഡറിക് വിൻസ്ലോ ടൈലറിന്റെ സയന്റിഫിക് മാനേജ്മെന്റ്, ബ്യൂറോക്രാറ്റിക് അപ്രോച്ച് ബൈ മാക്സ് വെബർ, അഡ്മിനിസ്ട്രേറ്റീവ് പ്രിൻസിപ്പിൾസ് ബൈ ഹെൻറി ഫയോൾ. അത് കഴിഞ്ഞ് നമ്മൾ നിയോ ക്ലാസിക്കൽ അല്ലെങ്കിൽ ഹ്യൂമൻ റിലേഷൻസ് അല്ലെങ്കിൽ നമ്മൾ ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറഞ്ഞു. അവിടെ ഹോത്തോൺ എക്സ്പീരിയൻസിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അവിടെ ബന്ധങ്ങൾ, ഹ്യൂമൻ റിലേഷൻസ്, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് പ്രതിപാദിക്കുന്നത്. മൂന്നാമത് ബിഹേവിയറൽ സയൻസ് പറഞ്ഞപ്പോൾ നമ്മൾ മോട്ടിവേഷന്റെയും ലീഡർഷിപ്പിന്റെയും തിയറീസ് നമ്മൾ പറഞ്ഞു. മോട്ടിവേഷൻ ആൻഡ് ലീഡർഷിപ്പ് എന്തൊക്കെ തിയറീസ് ആണുള്ളത് അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. നാലാമത് നമ്മൾ മോഡേൺ തിയറീസ് പറഞ്ഞപ്പോൾ മോഡേൺ മാനേജ്മെന്റ് തിയറീസ് ലൈക്ക് സിസ്റ്റംസ് തിയറി, ഇൻപുട്ട് പ്രോസസ് ഔട്ട്പുട്ട്, അല്ലെങ്കിൽ കണ്ടിൻജൻസി മോഡൽ, അല്ലെങ്കിൽ സിറ്റുവേഷണൽ അപ്രോച്ച് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇത്രയാണ് നമ്മൾ തിയറീസ് ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ച് ബ്രീഫ് ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ നമ്മുടെ യൂണിറ്റ് 1 ഇതോടുകൂടി കംപ്ലീറ്റ് ചെയ്യാണ്. യൂണിറ്റ് 1ൽ നമ്മൾ 4 പാർട്ടായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്, ദെൻ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്, കോൺസെപ്റ്റ്സ്, ഡിഫറൻസ് ബിറ്റ്വീൻ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെന്റ്, ആൻഡ് ഫൈനലി വി ഡിസ്കസ്ഡ് അബൌട്ട് തിയറീസ് ഓഫ് മാനേജ്മെന്റ്. ഓൾറെഡി നിങ്ങൾക്ക് ഓരോ സെറ്റ് ഓഫ് അസൈൻമെന്റ്സ് തന്നിട്ടുണ്ട്. ഓരോ ക്ലാസ് കഴിയുമ്പോഴും അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ക്ലാസ് കേട്ടതിന് ശേഷം SDL ടൈമിൽ കംപ്ലീറ്റ് ചെയ്യാനുള്ള അസൈൻമെന്റ്സ് ആണ്. ആൻഡ് ഫൈനലി ടു ദ ലാസ്റ്റ് അസൈൻമെന്റ് ഈസ് മേക്ക് എ നോട്ട് ഓൺ നീതി ആയോഗ് ആൻഡ് നാഷണൽ ഹെൽത്ത് പോളിസി 2015 അപ്ഡേറ്റ്സ്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അറിയണം എന്താണ് നീതി ആയോഗ്. നമ്മുടെ പ്ലാനിംഗ് കമ്മീഷൻ ആയിരുന്നു. ഒരു പഞ്ചവത്സര പദ്ധതികൾ ഉണ്ടായിരുന്നു. ആദ്യകാലം മുതൽ തുടങ്ങി 12ാം പഞ്ചവത്സര പദ്ധതി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ എന്താണ് നീതി ആയോഗ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സ്റ്റാർട്ട് ചെയ്തത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ, അല്ലെ, പ്രൈം മിനിസ്റ്ററിന്റെ ചെയർമാൻഷിപ്പിൽ ചെയ്യുന്ന കാര്യമാണ് നീതി ആയോഗ്. അപ്പൊ എന്താണ് നീതി ആയോഗ് എന്നുള്ളത് നെറ്റിൽ ഒന്ന് റെഫർ ചെയ്ത് മനസ്സിലാക്കണം. അതിന്റെ ആരാണ് ചെയർമാൻ, വൈസ് ചെയർമാൻ, അല്ലെങ്കിൽ ആരാണ് അതിന്റെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് ആരാണ്, അങ്ങനത്തെ ഓരോ പോസ്റ്റുകളുണ്ട്. അതൊക്കെ ആരാണെന്നുള്ളത് മനസ്സിലാക്കണം. അതിനൊപ്പം തന്നെ നാഷണൽ ഹെൽത്ത് പോളിസിയിലെ ഏറ്റവും ലേറ്റസ്റ്റ്, പാർക്കിലൊക്കെ ഉള്ള പഴയ പോളിസീസ് നമുക്ക് വേണ്ട, ഇപ്പൊ ലേറ്റസ്റ്റ് പാർക്കിലൊക്കെ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നെറ്റിൽ കിട്ടും. നാഷണൽ ഹെൽത്ത് പോളിസിയുടെ അപ്ഡേറ്റ്സ് ജസ്റ്റ് ഒരു ബ്രീഫ് ആയിട്ട് മതി, വാരി വലിച്ചൊന്നും എഴുതണ്ട. നിങ്ങൾക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയാണ്. ഇതൊരു എക്സാം വ്യൂ പോയിന്റിലുള്ള കാര്യങ്ങളല്ല, ബട്ട് ആസ് എ ഹ്യൂമൻ ബീയിങ്, ആസ് എ സോഷ്യൽ ആനിമൽ നിങ്ങളതെ കുറിച്ച് അറിഞ്ഞിരിക്കണം. അതിനു വേണ്ടിയാണ്. നോട്ട് ചെയ്യുക, അതും പറയുന്ന സമയത്ത് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുക. സോ ഇതോടുകൂടി നമ്മുടെ യൂണിറ്റ് 1 കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നമ്മുടെ നെക്സ്റ്റ് ക്ലാസ് മുതൽ ആസ് പെർ ദ ടൈം ടേബിൾ യൂണിറ്റ് 2 സ്റ്റാർട്ട് ചെയ്യും. യൂണിറ്റ് 2 ഞാൻ പറഞ്ഞു ടോട്ടലി മാനേജ്മെന്റ് പ്രോസസ് എന്നുള്ളതാണ് യൂണിറ്റ് 2. അതിനകത്ത് പോസ്റ്റ് ഡി കോർബ് ആയിരിക്കും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് റൈന മാഡമാണ് ഡിസ്കസ് ചെയ്യുന്നത്. പ്ലാനിങ് മുതൽ നമ്മൾ ബഡ്ജറ്റിംഗ് വരെയുള്ള ഓരോ കോൺസെപ്റ്റുകളെയും ഡിസ്കസ് ചെയ്ത് പോകും. ഒരു 20 hour ഡ്യൂറേഷനുള്ള ഒരു വലിയ യൂണിറ്റ് ആണ്. സോ പ്രോബബ്ലി ഒക്ടോബർ മന്ത് ഫുൾ നമ്മുടെ യൂണിറ്റ് 2 ആയിരിക്കും മുന്നോട്ട് പോകുന്നത്. താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗുഡ് ഡേ.